ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, വളരെ കാലിക പ്രസക്തമായ സമ്പാദ്യമോഹം കെണിവലകൾ കാത്തിരിപ്പുണ്ട് എന്ന വിഷയത്തെ അധികരണം നടത്തി അല്പം മാത്രം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സമ്പത്ത് എല്ലാത്തിൻ്റെയും പരിഹാരമാകുന്ന ലോകക്രമത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണത്തിനു വേണ്ടി എല്ലാവിധ സ്നേഹ വായ്പകളെയും ആർദ്രതയെയും ബലി കഴിക്കുന്ന ചുറ്റുപാടിലാണ് നാം വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്പന്നനാവുക, പണക്കാരനാവുക എന്നിങ്ങനെയുള്ള സ്വാഭാവിക ആഗ്രഹത്തിൽ നിന്നാണ് ചതിയുടെ വലിയ ഗർത്തങ്ങളിലേക്ക് മനുഷ്യൻ ചെന്ന് വീഴുന്നത്. ചെറുതും വലുതുമായ അനേകം ചതിക്കുഴികളിൽപ്പെട്ട് മരിച്ചു വീണ, ജീവിതം മരണതുല്യമായ അനേകായിരം മനുഷ്യജീവനുകളെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാൻ സാധിക്കും. കണക്കുകൾ നമ്മെ സൂചിപ്പിക്കുന്നതും ഈ ചതിയുടെ ഭയാനകത എത്രത്തോളം എന്നാണ്. 2014 അമേരിക്കൻ സർവേ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മനക്ലേശം അനുഭവിക്കുന്നതിന്റെ കാരണമായി പറയുന്നത് പണമാണ്. ഇന്ത്യ രാജ്യത്തെ 42% വരുന്ന പൗരന്മാരും ചെറുതോ വലുതോ ഓൺലൈനോ ഓഫ്ലൈനോ ആയ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായവരാണ്. പരാധീനതയുടെ അവസാന അതിരിൽ നിൽക്കുന്നവരിലേക്കും ഉയർന്ന ലാഭം, സാമ്പത്തിക സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ വിനോദാവസരങ്ങൾ എന്നിങ്ങനെ മനം മയക്കുന്ന ഓഫറുകളുമായിട്ടാണ് വാതിലുകളിൽ കമ്പനികൾ വന്നുമുട്ടുന്നത്. ഈ കൊച്ചു കേരളത്തിൽ മാത്രം 75ഓളം സ്ഥാപനങ്ങൾ തുറന്ന ഹൈറിച്ച് എന്നൊരു കമ്പനി ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ മണി ചെയിനിലൂടെ കരസ്ഥമാക്കിയതിന്റെ കേവലം രണ്ടാഴ്ചത്തെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പ്രകാരം പുറത്തു വന്ന തട്ടിപ്പിന്റെ തുക 1630 കോടി എന്ന ഭീമൻ സംഖ്യയാണ്. ക്യൂനെറ്റ്, ക്രിപ്റ്റോ കറൻസി, ബിറ്റ്കോയിൻ എന്നിങ്ങനെയുള്ള ഇന്ന് വ്യാപകമായിട്ടുള്ള ആധുനിക വേരുകൾ വേറെയുമാണ്. ഓൺലൈൻ വ്യാപകമാകുന്നതിന് മുന്നേ തന്നെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ 1991 ഹർഷാദ് മേത്ത സ്കാമും 2009 15,000 കോടിയോളം രൂപ വരുന്ന സത്യം സ്കാമും എല്ലാം നമ്മോട് പറഞ്ഞു വെക്കുന്നത് ഈ ഒരു മുന്നറിയിപ്പിനെ കുറിച്ച് തന്നെയാണ്. 2007-8 കാലങ്ങളിൽ ശബരിനാഥ് എന്നൊരു യുവാവ് ഡൽഹി ആസ്ഥാനമാക്കിക്കൊണ്ട് 700 പേരിൽ നിന്ന് 200 കോടിയോളം രൂപയാണ് 20% മുതൽ 80% വരെ പലിശ ഓഫർ ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിൽ നിന്നും തട്ടിയെടുത്തത്. 3 വർഷങ്ങൾക്ക് മുമ്പ് വന്ന കണക്കുകൾ പ്രകാരം യൂണിവേഴ്സൽ ട്രേഡിംഗ് സൊല്യൂഷൻ എന്ന കോയമ്പത്തൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം കേരളത്തിൽ നിന്ന് മാത്രം 3500ഓളം കോടി വരുന്ന രൂപയാണ് തട്ടിയെടുത്തത്. എത്ര വലിയ കോടികളുടെ കണക്കുകളാണല്ലേ. എന്നാൽ ലോകമിങ്ങനെ ഇത്തരം ചുഴിയിൽപ്പെട്ട് ഉലയുമ്പോഴാണ് പരിഹാരമാർഗമെന്ന് എന്ന പ്രസക്തമായ ചോദ്യം അവിടെ ഉയർന്നു വരുന്നത്. അവിടെയാണ് ഇസ്ലാമിക പ്രത്യയശാസ്ത്രം ഇങ്ങനെ തെളിമയോടെ തെളിഞ്ഞു നിൽക്കുന്നത്. ഇസ്ലാം ഒരിക്കലും കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കാതിരുന്നിട്ടില്ല. മറിച്ച് നിങ്ങൾ കച്ചവടം ചെയ്യണമെന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഏറ്റവും നല്ല ജോലി എന്നതിന്റെ മൂന്നാമത്തെ മറുപടിയായിട്ട് പറഞ്ഞത് നിങ്ങൾ കച്ചവടം ചെയ്യുക എന്നതാണ്. പക്ഷേ ഒരു കച്ചവടത്തിന് ശേഷവും വിറ്റവനും വാങ്ങിയവനും തമ്മിൽ ബന്ധങ്ങളിലുമായി പോകുന്ന ഒരു കച്ചവടത്തെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക കച്ചവടവും ബിസിനസ് നിയമങ്ങളും ഇത്രമേൽ സുതാര്യവും സുദൃഢവുമായി മാറിയിരിക്കുന്നത്. ഇസ്ലാം നിരാകരിച്ചിട്ടുള്ള ഏതൊരു കച്ചവടം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൽ വഞ്ചനക്കുള്ള സാധ്യതയെ മുൻതൂക്കമുള്ള കാരണമായിട്ട് പറയുന്നതായി കാണാൻ സാധിക്കും. ദരിദ്രനും സമ്പന്നനും തമ്മിലുള്ള അന്തരം ലോകത്ത് ഇത്രമേൽ വർദ്ധിക്കാനുള്ള കാരണമായി പറയുന്നത് പലിശയെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ദർശനങ്ങളെ പഠിക്കുന്നവന് കാണാം ഒരു സന്ദർഭത്തിലും ഇസ്ലാം പലിശയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അത് നമുക്ക് കാണാൻ സാധിക്കില്ല. മാത്രവുമല്ല, മദ്യം, മയക്കുമരുന്ന് പോലത്തെ മനുഷ്യ മസ്തിഷ്കത്തിന് ഭ്രമം സംഭവിപ്പിക്കുന്ന, മനുഷ്യ സ്വാഭാവികതയെ കാർന്നു തിന്നുന്നത് തരത്തിലുള്ള അരുതായ്മ പ്രവർത്തനങ്ങളുടെ കച്ചവടങ്ങളെ നിഷ്കർഷം എതിർത്തിട്ടുമുണ്ട് എല്ലാ കാലത്തും. ഇസ്ലാമിക് ബാങ്കിംഗ് പോലെയുള്ള പലിശരഹിത ബാങ്കിംഗ് സിസ്റ്റങ്ങളും ഹലാൽ സമ്പ്രദായങ്ങളുമെല്ലാം ലോകരാജ്യങ്ങളെ പാശ്ചാത്യരായ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലടക്കം വൻ സ്വാധീനം ചെലുത്തി മുന്നേറിക്കൊണ്ടുവരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മെ സൂചിപ്പിക്കുന്നതും ഇസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങളാണ് ശരി എന്നതിലേക്കുള്ള ലോകത്തിന്റെ മാറി ചിന്തിക്കലിനെയാണ്. അതുകൊണ്ട് പരിഹാരം അത് ഇസ്ലാമിക പ്രത്യയശാസ്ത്രമാണ്. അതുപോലെ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമ സംഹിതകളെയും അതുപോലെ തന്നെ ഇസ്ലാമിക സാമ്പത്തിക നിയമങ്ങളെയും പിൻപറ്റലാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.